കോൺഗ്രസ് നേതാവ് പി.ടി. ചാക്കോയുടെ ജീവിത കഥകളിലൂടെയായിരുന്നു ഏവരും സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. നമുക്ക് തുടർന്നും കേൾക്കാം. ഒരു കാറ് കാരണം കേരളത്തില് ഒരു പാർട്ടി ഉണ്ടായിട്ടുണ്ട്. ഒരു കാർ അപകടത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് ശേഷമായിരുന്നു ആ പാർട്ടിയുടെ രൂപീകരണവും. ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് ആ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. അതിന് കാരണമായത് അന്ന് സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി.ടി. ചാക്കോയുടെ ഔദ്യോഗിക കാറായിരുന്നു. 1963 ഡിസംബർ 8 തൃശ്ശൂരിനടുത്ത് വെച്ച് ഒരു ഉന്തുവണ്ടിയില് പി.ടി. ചാക്കോയുടെ ഔദ്യോഗിക കാറ് വന്നിടിച്ചു. ഉന്തുവണ്ടി തള്ളിയിരുന്ന ആൾ അടുത്തുള്ള ഓടയിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. പക്ഷേ കാറ് ഇതെല്ലാം കണ്ടിട്ടും നിർത്താതെ പോയി. അപകടത്തെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടാൻ തുടങ്ങി. ആ ഓടിക്കൂടിയവരിൽ ചിലർ കാറിന്റെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചിരുന്നു. അപ്പോഴാണ് അത് മന്ത്രി പി.ടി. ചാക്കോയുടെ ഔദ്യോഗിക വാഹനമാണെന്ന് തിരിച്ചറിഞ്ഞത്. കാർ ഓടിച്ചിരുന്നത് മന്ത്രി തന്നെ ആയിരുന്നുവെന്നും മന്ത്രിക്കൊപ്പം കാറില് കറുത്ത കണ്ണട വെച്ച സ്ത്രീ ഉണ്ടായിരുന്നതായും ദൃക്സാക്ഷികളിൽ ചിലർ പറഞ്ഞു. അതുകൊണ്ടാണ് വാഹനം നിർത്താതെ പോയതെന്നും ആരോപണമുണ്ടായിരുന്നു. ഈ ആരോപണങ്ങളെല്ലാം കേൾക്കാനിരിക്കെ പ്രതിപക്ഷം ഇതെല്ലാം ആയുധമാക്കി. കൂടെ ഉണ്ടായിരുന്നത് പാർട്ടി നേതാവായ ഒരു സ്ത്രീ ആയിരുന്നെന്ന് മന്ത്രി പറഞ്ഞുവെങ്കിലും പ്രതിപക്ഷം അത് ചെവികൊണ്ടില്ല. എന്നാൽ പ്രതിപക്ഷം എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി ആർ ശങ്കർ തനിക്കൊപ്പം ഉണ്ടാകുമെന്ന് പി.ടി. ചാക്കോ കണക്ക് കൂട്ടിയിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു ആർ ശങ്കർ ചാക്കോയോട് രാജി ആവശ്യപ്പെട്ടത്. ഇതോടെ ഇരുവരും തമ്മിൽ തെറ്റി. ഇതോടെ ചാക്കോയുടെ പതനം ആരംഭിക്കുകയായിരുന്നു. 1964 ഭേദഗതിയോടെ ഭൂനയ ബില്ല് നിയമസഭയിൽ പാസാക്കുന്നതിന് നേതൃത്വം കൊടുത്തത് റവന്യൂ മന്ത്രിയായിരുന്ന പി.ടി. ചാക്കോയായിരുന്നു. ഈ നീക്കമാണ് കേരളത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിന് കാരണമായി തീർന്നത്. ഇതിനെ തുടർന്ന് തെങ്ങ്, നെല്ല്, കുരുമുളക് കൃഷിക്കാരായ ജന്മിമാർക്ക് കനത്ത ആഘാതമുണ്ടായിരുന്നു. അക്കാരണം കൊണ്ട് അവരും പി.ടി. ചാക്കോയ്ക്കെതിരെ കരുക്കൾ നീക്കി. എന്നാൽ ഗ്രൂപ്പിന് അതീതമായ വ്യക്തിയല്ല, പാർട്ടിയാണ് വലുത് എന്ന നിലപാടായിരുന്നു പി.ടി. ചാക്കോ സ്വീകരിച്ചിരുന്നത്. ഈ വർഷം തന്നെ ജൂണിൽ നടന്ന കെ.പി.സി.സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില് ചാക്കോ മത്സരിച്ചുവെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കിന്റെ ഇരയായിരുന്നു പി.ടി. ചാക്കോ എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ചാക്കോയ്ക്കെതിരെ പല ഗ്രൂപ്പുകളും ഒരുമിച്ചിരുന്നു. സർവ്വകാര്യങ്ങളിലും ആധുനികനായിരുന്നു അദ്ദേഹം. തികഞ്ഞ മതേതരവാദി, ഗാന്ധിയൻ, അഴിമതിരഹിത നിലപാടിൽ ഉറച്ചുനിന്ന ഭരണാധികാരി, ദേശീയതയുടെ പ്രതീകം, പരിപൂർണമായ പാർലമെന്റേറിയൻ, ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന സംഘാടകൻ, പ്രഗത്ഭനായ അഭിഭാഷകൻ, ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നിയമസഭയിൽ പ്രതിരോധിച്ച പ്രതിപക്ഷ നേതാവ്. എതിർ ഗ്രൂപ്പുകൾ പി.ടി. ചാക്കോയെ ഭയക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമായിരുന്നു. അതുകൊണ്ട് പി.ടി. ചാക്കോയുടെ ക്ലീൻ ഇമേജിനെ തകർക്കാൻ അവർ പദ്ധതികൾ ഒരുക്കി. ഉമ്മൻചാണ്ടിയും പി.ടി. ചാക്കോയും സമാനമായ രീതിയിൽ വേട്ടയാടപ്പെട്ടവരാണ്. എന്നാൽ മരിച്ചപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾ ഒന്നടങ്കം അവരെ ഹൃദയത്തിലേറ്റി. 3 ലക്ഷത്തിലധികം ആളുകളാണ് പി.ടി. ചാക്കോയുടെ മൃതസംസ്കാര ചടങ്ങില് പങ്കെടുത്തത്. രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് വലിയ തുകയുടെ കടക്കാരനായി മാറിയ പി.ടി. ചാക്കോ രാഷ്ട്രീയ രംഗത്ത് തനിക്കുണ്ടായ തിക്ത അനുഭവങ്ങളെ തുടർന്ന് അഭിഭാഷക വൃത്തിയില് സജീവമായിരുന്നു. മരണമടയുന്നതിന് 2 ദിവസം മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അന്നത്തെ കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സാദിഖ് അലി പി.ടി. ചാക്കോയെ കണ്ടിരുന്നു. കോട്ടയം ടി.വിയിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച. പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി പദം ഏറ്റെടുക്കുവാൻ പ്രധാനമന്ത്രിയുടെ ദൂതുമായി എത്തിയ സാദിഖ് അലിയോട് പി.ടി. ചാക്കോ പറഞ്ഞ മറുപടി അധികാരത്തോടെ എന്നും ഒട്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന സമകാലിക രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും മാതൃകയാക്കാവുന്ന ഒന്നായിരുന്നു. ധാരാളം കടബാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ അഭിഭാഷകനായി കുറച്ചുനാൾ ജോലി ചെയ്തേ പറ്റൂ എന്നും കുറച്ചു കാലത്തേക്ക് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കാതിരിക്കുന്നതായിരിക്കും തനിക്കും പാർട്ടിക്കും നല്ലത് എന്നായിരുന്നു പി.ടി. ചാക്കോയുടെ മറുപടി. 1964 ഓഗസ്റ്റ് 1 താൻ വാദിച്ചിരുന്ന ഒരു കൊലക്കേസ് സംബന്ധിച്ച് സംഭവസ്ഥലം സന്ദർശിക്കുവാനായി പോയപ്പോൾ കൊയിലാണ്ടിക്കടുത്ത് തോട്ടിൽ പാലത്തെ കാവിലംപാറയിലെ ഒരു കടത്തണ്ണയിൽ വെച്ച് അദ്ദേഹം ഹൃദയാഘാതം മൂലം മരിക്കുകയായിരുന്നു.
പി.ടി. ചാക്കോയോട് ആർ ശങ്കറും മന്ത്രിസഭയും നന്ദികേട് കാട്ടിയെന്ന ചിന്ത ഒരു വിഭാഗം MLA-മാരിൽ രൂപപ്പെട്ടു. പട്ടം താണുപിള്ളയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അസംതൃപ്തരും ക്ഷുഭിതരുമായിരുന്ന PSP അംഗങ്ങൾ അവതരിപ്പിച്ച അവിശ്വാസത്തിന് ചാക്കോ അനുകൂലികളായിരുന്ന 15 MLA-മാർ പിന്തുണ നൽകിയതോടെ ശങ്കർ മന്ത്രിസഭ നിലം പതിച്ചു. തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് കേരള കോൺഗ്രസ് എന്ന ശക്തമായ പ്രാദേശിക പാർട്ടിയുടെ രൂപീകരണത്തിനിടയാക്കിയത്. പി.ടി. ചാക്കോ എന്ന വടവൃക്ഷം നിലം പതിച്ച് 6 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. കേരള രാഷ്ട്രീയ ചരിത്രം ഏറ്റവും സമുന്നതരായ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായി ചാക്കോയെ വിലയിരുത്തുന്നുണ്ട്.